എനിക്ക് പലപ്പോഴും സങ്കടം തോന്നിയിട്ടുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയിൽ എല്ലാ ദിവസവും ലോകത്തിൽ, ഞാനത് എളിമയോടും വിനയത്തോടും തന്നെ പറയുകയാണ്, ലോകത്തിൽ എല്ലാ ദിവസവും സാക്ഷ്യം പറയുന്ന ഒരു സ്ഥലമാണിത്, ഈ അൾത്താറ. ഭംഗിവാക്കല്ല, എല്ലാ ദിവസവും പറയും. പ്രവചനാണെങ്കിൽ ഇപ്പോഴേ അതിനുവേണ്ടി മാത്രം ഇരിക്കുക. രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ആൾക്കാർ കൊണ്ടുവരുന്ന സാക്ഷ്യങ്ങളെ പരിശോധിച്ച് അതിൻ്റെ ഉടമ്പടി കണ്ടൻറ്റുള്ളത് തിരഞ്ഞെടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യും അവരോട് പറയാം. അപ്പോൾ എല്ലാ ദിവസവും സാക്ഷ്യങ്ങളുണ്ട്. ഈ സാക്ഷ്യങ്ങളൊക്കെ വരുമ്പോഴുണ്ടാകുന്ന എനിക്ക് വരുന്നൊരു സങ്കടമുണ്ട്. കാര്യം ചില ആൾക്കാരെ ഉടമ്പടിയുടെ ആത്മാവിനെ തൊടും, പക്ഷെ 95% ആൾക്കാരും ഉടമ്പടി ആത്മാവിനെ തൊടത്തില്ല. കാര്യം അവർ അനുഗ്രഹത്തിനെക്കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ. ചില അനുഗ്രഹത്തെക്കുറിച്ച് മാത്രമേ പറയൂ. കാര്യം ഉടമ്പടിയിലൂടെ നമുക്ക് 2 ദൈവാനുകൂല്യങ്ങളാണ് കിട്ടണത്. ഇങ്ങനെ വാഗ്ദാനങ്ങളിലൂടെ 2 ദൈവാനുകൂല്യങ്ങളാണ് കിട്ടണത്. എന്താണ്? ഒന്ന് അനുഗ്രഹം, ദാറ്റ് മീൻസ് ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങൾ. അത് ജോലിയാകാം, വീടാകാം, വിവാഹമാകാം. കഴിഞ്ഞ ദിവസങ്ങളിലെ രമണി എന്നും പറഞ്ഞ സഹോദരി അടിപൊളി സാക്ഷിയാണ്. രമണിയുടെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കിക്കാരുതിയാണ്. നല്ല സാക്ഷ്യം, 10-30,000 പേരെ സാക്ഷ്യം കണ്ടു. അവരുടെ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു അക്രൈസ്തവ സഹോദരിയാണ്. പക്ഷേ അവരുടെ ആ എക്സിക്യൂഷൻ ഭയങ്കരമാണ്. അവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വഴിയില്ല, വർഷങ്ങളായിട്ട് വഴിയില്ല. അവർ പല വീടുകളുടെയും വാതിൽക്കൽ കൂടിയാണ് അവരുടെ വീട്ടിലോട്ട് പോണത്. പക്ഷെ ആ വീട്ടുകാർ ഒക്കെ ഇവരോട് താല്പര്യമുള്ളത് കൊണ്ട് അവർ നടക്കാൻ അനുവദിക്കും, ചിലർ വണ്ടി കൊണ്ടുപോകാനും അനുവദിക്കും. പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നം അവർക്കുണ്ടായി. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അവർ വീട് വെച്ചപ്പോൾ കടമായിപ്പോയി, ലോൺ എടുത്തപ്പോഴേ കടമായിപ്പോയി. ലോൺ തിരിച്ചടക്കാൻ പറ്റാതെ വരികയോ അങ്ങനെ വീട് വിൽക്കേണ്ട ഒരവസ്ഥ വന്ന്. പക്ഷെ ഈ വഴിയില്ലാത്ത വീടാണത്. വഴിയില്ലാത്ത വീട് എങ്ങനെ വിൽക്കാൻ പറ്റും? മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ടാണ് ആ വീട് കെട്ടിപ്പൊക്കാനുള്ള കട്ടയും കല്ലും മണ്ണും സിമൻറ്റും ചരലും കമ്പിയും ഒക്കെ വലിച്ചുകൊണ്ട് പോകുന്നതെങ്കിലും വീട് വെച്ചെങ്കിലും വഴിയില്ലാത്ത വീടാണ്. അല്ല, രമണി അത് നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ വഴിയില്ലാതെ മാത്രമല്ല, പ്രമാണത്തെ പോലും വഴിയില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. പ്രമാണത്തെ വഴിയില്ലാത്തൊക്കെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ വിൽക്കാനും പറ്റുകയില്ല, കൊടുക്കാനും പറ്റത്തില്ല, നടക്കാനും പറ്റത്തില്ല, ജീവിക്കാനും പറ്റത്തില്ല, ആകപ്പാട് പ്രശ്നം. പക്ഷെ ഇവർ എന്നാ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇത്തരം വഴി വിൽക്കുകയും ചെയ്യണം. പക്ഷേ ഇനി വിൽക്കണം എന്ന് പറഞ്ഞാൽ ആൾക്കാരെന്താ ചെയ്യാൻ പോണത്? അടുത്തുള്ളവർ വഴിയില്ലാത്തതായ കാരണം നക്കാപ്പൈസ കൊടുത്തിട്ട് അത് വാങ്ങിക്കാൻ നോക്കും. കാര്യം അവർക്ക് വിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് അത് ചൂഷണം ചെയ്യും. അവരുടെ ഒരു അക്കടി വീണ് കിടക്കുന്ന ഒരവസ്ഥയെ മാക്സിമം ചൂഷണം ചെയ്തിട്ട് മനുഷ്യത്വം ഇല്ലാതെ അത് പെട്ട വിലക്കത് ചക്കരക്കാശിനത് വാങ്ങിക്കുകയുള്ള ആൾക്കാർ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇതിൽ അവസാനം വില കുറച്ച് വേറെ ആരും വന്ന് എടുക്കത്തില്ല. വഴിയില്ലാത്തത് പ്രമാണത്തെ പോലും വഴിയില്ലല്ലോ. അപ്പം നിങ്ങളവർക്ക് ഈ ഉടമ്പടിയിലൊക്കെ വരുന്ന വിഷയങ്ങളെന്നൊക്കെ പറഞ്ഞതേ നമ്മളെ കേട്ടാൽ തന്നെ പേടിച്ചുകൊണ്ട് വിഷയമാണ്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് ചിന്തിക്കുക, പ്രമാണത്തെപ്പോലും വഴിയില്ല. എത്രയോ കേസുകളാണ് പ്രമാണത്തെപ്പോലും വഴിയില്ല എന്നിട്ട് വിൽക്കാൻ പറ്റാതെ കിടക്കുന്നത്. അവിടെ വീട് വെക്കാൻ സമ്മതിക്കത്തില്ല. വഴിയില്ലാത്ത സ്ഥലത്ത് കൂടി ഒരു വണ്ടി കൊണ്ടുപോകാനോ ഒരു 2 വീലറാ അല്ലെങ്കിൽ ഒരു 3 വീലറിൽ കുറച്ച് മണ്ണ് കൊണ്ടുപോകാൻ പോലും ആൾക്കാർ സമ്മതിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് ആൾക്കാരുടെ ആനുകൂല്യങ്ങൾ കൊണ്ട് തന്നെ വീട് വെച്ചെടുത്തു. പക്ഷേ ഇപ്പം കടമായിപ്പോയി. അപ്പം അത് വീട് വിൽക്കണം. വഴിയില്ലാത്ത വീട് എങ്ങനെ വിൽക്കും? പ്രമാണത്തെപ്പോലും വഴിയില്ലാത്ത വീട് എങ്ങനെ വിൽക്കും? ഇത് ഒരു അസാധ്യമായ കാര്യങ്ങളെക്കാൾ ഉപരി ഒരു ദുർഘടം പിടിച്ച വിഷയമാണ്. എന്നിട്ട് ഇവർ വന്ന് ഉടമ്പടി ചെയ്യും. അതാണ് വിഷയം. ഇവർ ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യുന്ന മുമ്പ് ഇവരൊരു കാര്യം ചെയ്യും. ആ വീട്ടുകാരുടെ ഒക്കെ ഒന്ന് വിലക്ക് ചോദിക്കും. വിലക്ക് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ വഴി കൊടുക്കണില്ലെന്ന് പറയും. അതിലൊരാൾ
വഴി കൊടുക്കണില്ല, പിന്നെ വിലയെക്കുറിച്ച് നമ്മൾ വില ഉദ്ദേശിക്കണില്ലല്ലോ എന്ന് പറയും. പിന്നീട് മധ്യസ്ഥന്മാരെ വെച്ച് ചോദിക്കും, അപ്പോൾ താങ്ങാനാവാത്ത വില പറയും. അത് കൊടുക്കാൻ ഉദ്ദേശിച്ച് പറയണതല്ല, കൊടുക്കാതിരിക്കാൻ പറയണ വിലയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ, ഇതാണ് അവസ്ഥ എന്ന് പറയണത്. നമ്മൾ 119:26 അവസ്ഥകൾ. അയാളുടെ ഇപ്പം രമണിൻ്റെ അവസ്ഥ കണ്ടില്ലേ? അപ്പോൾ രമണി എന്ത് ചെയ്യും? എൻ്റെ അവസ്ഥകൾ ഞാൻ അങ്ങയോട് പറഞ്ഞപ്പോഴേ അങ്ങതിന് ഉത്തരം നൽകിയെന്ന്. രമണി വന്ന് മാതാവിൻ്റെയൊക്കെ വന്നിട്ട് എൻ്റെ അവസ്ഥ ഇതാണെന്ന് പറയും. അവസ്ഥ ഇതാണെന്ന് പറഞ്ഞിട്ട് ഉടമ്പടി ചെയ്യും. അവർ ഉടമ്പടി ചെയ്യുമ്പോൾ സംഭവിക്കുന്ന വിഷയമുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ, അതായത് പെട്ടെന്ന് അതിലൊരാളിൻ്റെ മനസ്സ് മാറും. മനസ്സ് മാറണ മുമ്പ് രമണി ഒരു കാര്യം ചെയ്യും, ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി ആ വഴികളിലെല്ലാം വിശ്വാസപ്രമാണം തൂളും. അപ്പം എന്തങ്ങനെ ചെയ്യും? എന്നിട്ട് അതൊക്കെ പരസ്യമായിട്ട് പറയുകയും ചെയ്യും, ഒരു കുഴപ്പമില്ല. എന്നിട്ട് കഴിഞ്ഞാൽ ആ വഴി മുഴുവനും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. അതൊക്കെ നമ്മൾ കാര്യം ചിലവർ പക്ഷേ 10 കൊല്ലം നമ്മൾ സെമിനാരി തിയോളജി പഠിച്ച് റോമിലിപ്പോൾ ഡോക്ടറേറ്റ് എടുത്താലും ഉപ്പ് വിതരണമുള്ള വിശ്വാസം കിട്ടത്തില്ല നമുക്ക്. അത് വേറൊരു വിശ്വാസമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുന്ന വേറൊരു തലക്കനമുള്ള ആൾക്കാർ ജന്മത്തെ ദൈവത്തെ കാണത്തില്ല. കാര്യം അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് കൊണ്ടുപോയി, പലരുടെയും ദുരന്തമെന്ന് പറയണത് ദൈവത്തെക്കുറിച്ച് അമിതമായി പഠിച്ചു പോയതാണ് ഏറ്റവും കൂടുതൽ ആത്മീയ ദുരന്തമെന്ന് പറയണത്. എന്താ ഇതൊന്നും ഈ സിമ്പിളായിട്ടുള്ള മനുഷ്യന്മാർ ചെയ്തുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവത്തില്ല. ഇവർ സിമ്പിളായിട്ട് ചെയ്തത് എന്താ അറിയാമോ? അവർ ആ വഴി യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചു. യേശു കർത്താവാണെന്ന് അവരത്തരം കൊണ്ട് ഏറ്റുപറഞ്ഞു. ദൈവം അവനെ മരിച്ചു എന്ന് ഏർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചു. അപ്പോഴും നമുക്കെതിരെ നിൽക്കുന്ന പ്രതിലോമ ശക്തികളെ മുകളിൽ ക്രിസ്തുവിനെ പ്രഖ്യാപിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അടയാളമായിട്ടാണ് ഉപ്പ് വിതരണമൊക്കെ. ചില പള്ളിയിൽ നിന്ന് വെഞ്ചരിച്ചൊക്കെ തരുന്നില്ലേ? സാധാരണ വെഞ്ചരിച്ച് കൊണ്ട് ജനറൽ ബ്ലെസ്സിങ് ഉണ്ട്, കൃപാസനത്തിൽ ഉള്ളതുപോലെ പർട്ടിക്കുലർ ബ്ലെസ്സിങ് ഉണ്ട്. ഓരോ വിഷയങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ബ്ലെസ്സിങ്സ് ഉണ്ട്. പക്ഷേ ഈ ബ്ലെസ്സിങ്സ് കിട്ടിയ ബ്ലെസ് ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ അത് കൈപ്പറ്റുന്ന ആൾക്കാർ അതേ പവറിൽ കൊണ്ടുപോയാണത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. അവരും ഇതുപോലെ, അതാണ് രമണി പറയുന്നത്, ഞാൻ വിശ്വാസ പ്രമാണം പഠിച്ചു, ആണ് ഉപ്പ് വഴികളിൽ കൊണ്ട് വിതറിയപ്പോഴേ അവിടെ യേശു കർത്താവായില്ലേ, ബാക്കി ഉണ്ടാകുന്ന എല്ലാ ശക്തികളും അപ്പം നിർവീര്യമാകും. ഇപ്പം ഈ മനുഷ്യൻ്റെ മനസ്സ് മാറിയിട്ട് അവിടുത്തെ നിങ്ങൾക്ക് ഞാൻ വഴി തരാമെന്ന് പറയും. അതെങ്ങനെ 11 അടി വഴിയുള്ള 10 സെൻറ്റ് വഴിയാണ് കൊടുക്കണത്. 10 സെൻറ്റ് വഴി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരു പക്ഷേ ഈ ആഴ്ചത്തെ ഏറ്റവും ടോപ്പ് സാക്ഷ്യവതം 10 സെൻറ്റ് വഴി. ഇത്രയും വർഷം പ്രമാണത്തിപ്പോലും വഴിയില്ലാതെ കിടന്ന ഒരു സഹോദരിക്ക് 10 സെൻറ്റ് വഴി ചുരുങ്ങിയ, അവർ വേണ്ടത് എനിക്കത് വിശ്വസിക്കാൻ പറ്റിയിരുന്നതാണ്. കാര്യം ആ ചേട്ടൻ വളരെ ചുരുങ്ങിയ വിലക്കാണത് കൊടുക്കുന്നത്, വളരെ ചുരുങ്ങിയ വിലക്ക് ആ വഴി മുഴുവൻ കൊടുക്കുന്നത്. ഇപ്പം നടക്കാത്ത കാര്യമില്ല, പക്ഷെ നടത്തേണ്ടതുപോലെ നടത്താനുള്ള ആംബിയർ നമുക്ക് വേണം. ആ സാക്ഷ്യം ഒന്ന് ശ്രുതികട ഹല്ലേലൂയ ഇത്ര നല്ല
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് രമണി ബാബു എന്ന ചേച്ചിയുടെ യഥാർത്ഥ പേര്. ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ എത്ര സിമ്പിളായിട്ടാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ മനുഷ്യന്മാർ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ചെയ്യണത്. കാര്യം എന്താണ്? ഇതെല്ലാം പ്രോമിസിലുള്ളതാണ്, ഇതെല്ലാം വാഗ്ദാനങ്ങളിലുള്ളതാണ്. നമ്മൾ യാക്കോബ് 2:5 വായിച്ചതുപോലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ വിഷയത്തിലെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നത്. ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു ഹോംവർക്ക് എന്താ? വാഗ്ദാനങ്ങളെ നമ്മൾ പ്രാപിക്കണം, വാഗ്ദാനങ്ങളെ നമ്മൾ പ്രാപിക്കണം. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഹോംവർക്ക്. ഈ വാഗ്ദാനങ്ങളെ പ്രാപിക്കാനാണ് ഉടമ്പടിയുടെ സ്പേസ്. അതാണ്, അതായത് ഈ വാഗ്ദാനങ്ങളെ പ്രാപിക്കാൻ നമുക്ക് വിശ്വസിക്കാം, ദൈവത്തെ സ്നേഹിക്കാം. വിശ്വാസം, സ്നേഹം, പോരായ്മ, പ്രത്യാശ. ഇപ്പം ഹെബ്രായ ലേഖനം 10:23 ശ്രുതികട ഹല്ലേലൂയ 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 ഹെബ്രായർ 10:23 വായിച്ചോളൂ. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ. പ്രാർത്ഥിക്കുക. നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഇത് ഭയങ്കരമായ ഒരു ക്യാപിറ്റൽ വേർഡ് ഓഫ് ഗോഡാണ്. അതായത് ഒന്നിനു വായിച്ചത് നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ. എന്താ അവന്റെ പ്രത്യേകത? അവൻ വിശ്വസ്തനാണ്. അതാണ് ഉറപ്പെന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ 1 യോഹന്നാൻ 5:14 നമ്മൾ വായിച്ചില്ലേ? എന്താണ്? അവൻ്റെ നാമത്തിൽ നമ്മൾ ചോദിച്ചാൽ നമ്മൾക്കത് ലഭിക്കുമെന്നുള്ളതാണ് അവനിലുള്ള നമ്മുടെ ഉറപ്പ്. ഈ ഉറപ്പ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് ദൈവത്തിൽ ഉറപ്പുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനമാണത്? അത് വിശ്വസ്തതയുള്ളത് കൊണ്ടാണ്. ദൈവത്തിന് വിശ്വസ്തതയാണ് നമ്മുടെ ഉറപ്പ്. അതാണ് ഹെബ്രായർ 10:23 പറയണത്. ഒന്നിനു വായിച്ചല്ലോ. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഇപ്പം ഈ ഉപ്പ് കൊണ്ടുപോയി ആ കിട്ടാത്ത വഴി, പ്രമാണത്തിൽ പോലും ഇല്ലാത്ത വഴികളിൽ കൊണ്ട് തളിച്ചെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യാശ ഏറ്റുപറച്ചിലാണ്. അതാണ് നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുകയാണ്. അല്ല നിങ്ങളോർക്കും ഇത് കണിയാനം കൊടുത്തിറപ്പാനം ചെയ്യണ പോലുള്ള പരിപാടിയാണല്ല. അങ്ങനെയല്ല. കൃപാസനത്തിന് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതിന് ബിബ്ലിക്കലായിട്ടുള്ള ഒരു കൊണോട്ടേഷൻ ഉണ്ടാവും, ഒരു ബിബ്ലിക്കൽ ഹിസ്റ്ററി ഉണ്ടാവും, ബിബ്ലിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ പെൻത്തേഡ് ഉണ്ടാവും, എല്ലാ സാധനവും ഉണ്ടാവും. ഇതെന്താണ്? ഹെബ്രായർ 10:23 കാര്യം നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനായിരിക്കയാൽ. വായിച്ചോളൂ. നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. അപ്പം നമ്മുടെ പ്രത്യാശ നമ്മൾ ഏറ്റുപറയുകയാണ്. ഏറ്റുപറയുന്ന വിധം ചിലർ ഉപ്പ് വെഞ്ചരിച്ച ആ സ്ഥലത്തിടും, കർത്താവിന് വേണ്ടി സമർപ്പിക്കും. അത് ഏറ്റുപറച്ചിലാണ്. ചില ആൾക്കാർ കുരിശുരൂപം അല്ലെങ്കിൽ കുഞ്ഞു കാശുരൂപം വിശ്വപ്രമാണം ചൊല്ലി ആ സ്ഥലത്ത് കൊണ്ട് സ്ഥാപിക്കും. അത് ഏറ്റുപറച്ചിലാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് എന്താണ്? പ്രത്യാശ ഏറ്റുപറയുകയാണ്. നമുക്കുള്ള പ്രത്യാശ നമ്മൾ ഏറ്റുപറയുകയാണ്. അത് ഏറ്റുപറയുന്നതിന് പറയുമ്പോൾ നമുക്കറിയാമല്ല, ഏറ്റുപറയുകയും ചെയ്യും, പറയുന്നതിന് പകരം പറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യും.
ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇതുപോലെ ചില അടയാളങ്ങൾ നമ്മൾ കർത്താവിൻ്റെ യേശു കർത്താവാണെന്നുള്ള വിശ്വാസത്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കും. ഇതൊക്കെ ഉള്ള നിശബ്ദമായിട്ടും പ്രാർത്ഥനാപരമായിട്ടും ഇതെല്ലാം എക്സ്പ്രഷൻസാണ്. ഇപ്പം നമ്മൾ മുട്ടേന്നിക്കണേ എന്തുകൊണ്ടാണ്? അത് എക്സ്പ്രഷനാണ്. നമ്മൾ മുട്ടേന്ന് പ്രാർത്ഥിക്കത്തില്ലേ, ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവം കേൾക്കത്തില്ലേ? എല്ലാം എക്സ്പ്രഷൻസാണ്. ചില ആൾക്കാർ പറഞ്ഞില്ലേ, പള്ളി പോകണമാണ്, വീട്ടിൽ തന്നെ ഇരുന്ന ദൈവം വീട്ടിലുണ്ടാകുമെന്ന് പറയും. പക്ഷേ ഒരു തീർത്ഥയാത്ര നടത്തണം എന്താണ്? എക്സ്പ്രഷൻസാണ്. ഫെയ്ത്ത് എപ്പോഴും എക്സ്പ്രഷനിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. നമ്മുടെ വിശ്വാസമില്ലേ, ആ വിശ്വാസം ഏറ്റു പറയുകയാണ്, പ്രത്യാശ ഏറ്റു പറയുന്നെന്ന് പറയുന്നതെല്ലാം ഇതുപോലെ അതിൻ്റെ അകത്ത് എപ്പോഴും പ്രകടനാത്മകത ഉണ്ട്. വിശ്വാസത്തിൻ്റെ അകത്തെല്ലാം ഒരു പ്രകടനാത്മകതയുണ്ട്. ഇപ്പം മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവന് അതിനകത്ത് പ്രകടനാത്മകതയില്ലേ? സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. വിശ്വാസം നമുക്ക് രഹസ്യമായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. അത് മനുഷ്യ സമക്ഷം ഏറ്റു പറയാനുള്ളതാണ്. 10:32 നമ്മൾ എപ്പോഴും വായിക്കുന്ന യോഹന്നാൻ്റെ മത്തായിയുടെ സുവിശേഷത്തിലെ അതായത് എപ്പോഴെല്ലാം വിശ്വാസം ഏറ്റു പറയാൻ നിനക്കൊരവസരം കിട്ടുന്നുണ്ടോ അതനുസരിച്ച് നിൻ്റെ ആവശ്യത്തിനൊപ്പം പ്രത്യാശയോടുകൂടി നീ ദൈവത്തിൽ വളരണം. അത് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. എപ്പോഴും നീ ഓർക്കണം, എന്താണ്, നീ എന്ത് പ്രാർത്ഥിച്ചാലും ഈ പ്രാർത്ഥനയ്ക്ക് ഉള്ള ഉറപ്പെന്ന് പറയണത് അവൻ മനുഷ്യരാശിയോട് ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളിലെ ഏതെങ്കിലും ഒന്നിലായിരിക്കും നീ പ്രാർത്ഥിക്കുന്നത്. അവൻ 2800ഓളം വാഗ്ദാനങ്ങൾ അവൻ മനുഷ്യരാശിയോട് ചെയ്തിട്ടില്ലേ? നീ ജോലിക്ക് പ്രാർത്ഥിക്കുന്നു, വീടിന് പ്രാർത്ഥിക്കുന്നു, ട്രാൻസ്ഫർ പ്രാർത്ഥിക്കുന്നു, വീട് വിൽക്കാൻ പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും അവൻ നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനത്തിൻ്റെ 2800 വാഗ്ദാനത്തിൻ്റെ ഏതെങ്കിലും ഒന്നിലായിരിക്കും നീ പ്രാർത്ഥിക്കണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലായിലെ മേരി ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. എനിക്ക് പിന്നീടത് മനസ്സിലായത് വാഗ്ദാനമാണല്ലോ ഒന്നും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു 1-2 കോടി രൂപയുടെ കടമുണ്ട്. കടം കൊറോണ വന്നപ്പോൾ ഒന്നായ കടമാണത്. കൊറോണ വന്നപ്പോൾ അവർ ഹോസ്റ്റൽ നടത്തുന്ന ആൾക്കാരായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു പ്രസംഗിച്ചായിരുന്നു അവരുടെ വിഷയം. ഹോസ്റ്റൽ നടത്തുകയാണ്, കുട്ടികളുടെ ഹോസ്റ്റല്. പക്ഷേ 2 കൊല്ലമായിട്ട് കുട്ടികളില്ലല്ലോ. അപ്പോൾ പക്ഷേ ലോൺ എടുത്ത് ഇൻട്രസ്റ്റ് കൂടി, ബാങ്കിൽ ഇൻട്രസ്റ്റ് കൂടി. അപ്പോൾ 2-3 കോടി രൂപ കടമായി. പക്ഷേ ഇന്നത് വിൽക്കാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ ഒരു ചേച്ചി ഇവിടെ ഒന്ന് ഉടമ്പടി ചെയ്തും എന്നോട് നീ ചോദിച്ച് അച്ഛൻ പറ എന്നാ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ചേച്ചിക്ക് 60 വയസ്സായില്ലേ, ഇനി ഇപ്പോൾ ഇതൊക്കെ ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കി പലിശ അടച്ചൊക്കെ വരുമ്പോൾ സമയമെടുക്കും. അതുകൊണ്ട് നമുക്കിത് വിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെക്ക് പോയി അനുവാദം വാങ്ങിച്ചു. അമ്മ ഈ സാധനം മരിച്ചേക്ക് വിറ്റ് കൊടുക്കാൻ പറഞ്ഞ് വിറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് മരിച്ചൊരു മനസ്സിലൊരു തേങ്ങലുണ്ട്. പക്ഷെ അതവർ പുറത്ത് പറഞ്ഞില്ല. അവർക്ക് എങ്ങനെയെങ്കിലും വിറ്റ് കടവൊന്ന് മാറ്റിയാൽ മതി എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ. തേങ്ങലെന്താ, വയസ്സ് 10-65 ആയില്ലേ, സ്വന്തം നാട്ടിൽ താമസിക്കണം 10-60 കൊല്ലമായിട്ട്. ഇവിടുന്നൊക്കെ ഇത് വിറ്റ് പോയാൽ ഇനി ഏത് പട്ടിക്കാട്ടിലാണ് പോയി താമസിക്കാൻ പോണത്? വല്ല പരിചയമുള്ള മനുഷ്യരായിരിക്കുക. അവസാന കാലങ്ങളിലൊക്കെ നമ്മൾ ജീവിക്ക് പോകുന്ന സ്ഥലമെന്ന് പറയുന്നത് വല്ല ബന്ധുവോ സ്വന്തമൊക്കെ ഉള്ളതായിരിക്കും. അതേമേ എവിടെ പോകും? പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. കടക്കാർ വന്ന് നെക്കിന് പിടിക്കുമ്പോൾ നമ്മൾ അതിന്നും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. വിറ്റ് മാറ്റാതെ നിവൃത്തിയില്ലല്ലോ. പക്ഷെ ആ മൈന്യൂട്ട് അവിടെ മനസ്സിലുള്ള ഒരു തേങ്ങൽ, ആന്തരികമായൊരു നിശബ്ദ തേങ്ങൽ, അത് ദൈവം കാണും. എനിക്ക് ആ സാക്ഷ്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. കാരണം അതിനൊരു വാഗ്ദാനമുണ്ട്. I will reinstate you in your old land.
അതൊരു വാഗ്ദാനമാണ്. എസക്കേലിൻ്റെ വാക്കാണ്. എസക്കേലിൻ്റെ വചനങ്ങളിൽ അതായത് 37:14 വായിച്ചോളൂ. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾ നിവേശിപ്പിക്കാം, നിങ്ങൾ ജീവിക്കും, നിങ്ങൾ ജീവിക്കാം, ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. ഞാൻ നിങ്ങളെ, അതൊരു വാഗ്ദാനമാണ്. നോക്കിയ കണ്ടില്ലേ? കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതായത് ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് നിവസിപ്പിക്കും. മരിച്ച സാക്ഷി അവസാനിക്കാൻ എങ്ങനെയെന്ന് അറിയാമോ? അതായത് അമ്മ ഈ 2-3 കോടി രൂപയുടെ ഈ വസ്തു പെട്ടെന്ന് ഉടമ്പെടുക്കുകയും വിറ്റ് മാറ്റിയിട്ട് അതിൽ നിന്ന് ബാക്കി കൊണ്ടാണ് കാശ് കൊണ്ട് ആ വാർഡിൽ തന്നെ വേറൊരു വീട് കാണിച്ചു കൊടുക്കും. അതെന്താ കാര്യം? അത് വാഗ്ദാനമുള്ളതാണ്. നമുക്ക് ദൈവത്തോട് എന്തും ചോദിക്കാം. കാര്യം എന്തറിയാവോ? നമ്മൾ ചോദിക്കണ എല്ലാം ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു വാഗ്ദാനത്തിൽ പെടുന്നതായിരിക്കും. ഇപ്പം മേടിച്ചേച്ചിയുടെ നഷ്ടപ്പെട്ട വീട്ടിൽ തന്നെ, വീടിൻ്റെ ആ വാർഡിൽ തന്നെ അവർക്ക് വീട് കൊടുക്കാൻ കാര്യം എന്താ? അത് ഈ രജിസ്ട്രേഷൻ എസക്കേലാണ് 37:14. ഒന്നിനു വായിച്ചോളൂ. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കാം, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. അപ്പം ജീവിക്കുക, സ്വന്തം ദേശത്ത് വസിക്കുക, ഇതൊക്കെ എന്താണ്? ഒരു മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവകാശങ്ങളുമാണ്. ഇതെല്ലാം ദൈവം മാനിക്കുമെന്നാണ് പറയണത്. ഇതെല്ലാം നിൻ്റെ അഭിലാഷങ്ങൾ, നിൻ്റെ ആവശ്യങ്ങൾ, നിൻ്റെ അവകാശങ്ങൾ എല്ലാം ദൈവം മാനിക്കും എന്നുള്ളതിൻ്റെ ഒരടയാളമായിട്ടാണ് പറയണത്. അവൻ്റെ ഇഷ്ടത്തിന് അനുപേക്ഷിതമായി. 1 യോഹന്നാൻ 5:14 എന്താണ്? അവൻ്റെ ഇഷ്ടത്തിന് പ്രാർത്ഥിച്ച് അവൻ്റെ ഇഷ്ടത്തിന് അനുപേക്ഷിതമായി എന്തെങ്കിലും ചോദിച്ചാൽ അവനത് ചെയ്തു തരും എന്നുള്ളതാണ് അവനിലുള്ള നമ്മുടെ ഉറപ്പ്. ഈ വചനത്തിലൂടെ ലഭിക്കുന്ന, വാഗ്ദാനങ്ങളുടെ ലഭിക്കുന്ന ഉറപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ബോധമുണ്ടാകണം. അപ്പോൾ നമുക്ക് ചഞ്ചലിപ്പില്ലാതെ ദൈവത്തോട് അവകാശബോധത്തോടെ അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിച്ച് ആവശ്യപ്പെടാൻ പറ്റും. പക്ഷേ എപ്പോഴും ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഒരു ഭാവി വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് എല്ലാ വാഗ്ദാനങ്ങളുടെയും പദ്ധതിയുടെ ഒരു ഭാഗമാണ്. നമുക്ക് ശാശ്വതമായ ഒരു ഭാവി വേണമെന്ന് ഉള്ള ദൈവത്തിൻ്റെ ആഗ്രഹം. കാര്യം വാഗ്ദാനങ്ങളെല്ലാം പദ്ധതിയാണ്. ഇപ്പം ജെറമിയ 29:11 പദ്ധതിയെക്കുറിച്ച് പറയേണ്ടതാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇവിടെയാണ് ഈ വചനം നമുക്ക് എപ്പോഴും കേൾക്കുന്നതാണ്. നമ്മൾ ജെറമിയ 29:11 എന്താണ്? എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന്. അതെല്ലാം എപ്പോഴും എല്ലാ ധ്യാനകേന്ദ്രങ്ങളിലും നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. എന്താണ്? വെറുതെ പദ്ധതിയല്ല, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പിന്നെ എന്താ ഉള്ളത്? പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ ദൈവികമായ പദ്ധതിയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാവി ശുഭമായ ഭാവിയായിരിക്കും. നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ പദ്ധതിയുടെ പിന്നിലും അത് ദൈവികമായ പദ്ധതിയാണെങ്കിൽ അത് നിത്യത ഉറപ്പ് വരുത്തിയിരിക്കും. എല്ലാ പദ്ധതിപ്പത്തിൻ്റെ ജോലി, വീട്, വിവാഹം, മക്കളുണ്ടാകണം, മക്കളുണ്ടാവാത്തത് എന്ത് വിഷയമായാലും അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാകുമ്പോഴേ അതിൽ നിത്യത അതിൻ്റെ കവറേജിൻ്റെ ഭാഗമായിട്ടിരിക്കും. ശുഭമായ ഭാവിയാണ്. മനുഷ്യരാശിയുടെ ശുഭമായ ഭാവി എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യതയാണ്. സിമ്പിളല്ലേ?
നമുക്ക് ഇവിടെ ഭൂമിയിലെ ആർക്കെന്ത് ഭാവി കിട്ടിയിട്ട് എന്ത് കാര്യം കൂടിപ്പോൾ 75 കൊല്ലത്തെ ഭാവിയല്ലേ ഉള്ളൂ. 75 കൊല്ലം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു ശ്വാസത്തിൻ്റെ സമയം പോലും ഇല്ല. ഒരു ശ്വാസത്തിൻ്റെ സമയം പോലും ഇല്ലാത്തവന് ഭാവി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്നാ കാര്യമിരിക്കണത്? ഇപ്പോൾ വചനം ശുഭമായ ഭാവി എന്ന് പറയുന്നത് എന്താണ്? നിത്യതയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ശുഭമായ ഭാവി എന്ന് പറയണത് ദൈവത്തിൻ്റെ കൂടെയുള്ള നിത്യമായ ജീവിതത്തെയാണെന്നാണ് പരിശുദ്ധാത്മാവ് ഇപ്പോഴും വ്യാഖ്യാനിച്ചത്. ഇത് ഓൺലൈനിൽ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുള്ള ഒരു അറിവ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതിരിക്കാനും കാരണം. ഈ നിത്യത എന്നുള്ള കണ്ടന്റ് ഇതിലുള്ളത് കൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ട് കിട്ടാത്തതിൻ്റെ കാരണം. കാര്യം എന്താണ്? അത് കിട്ടിയാൽ ചിലപ്പോൾ നിൻ്റെ ആത്മാവ് ദൈവത്തിന് നഷ്ടപ്പെട്ടെന്ന് വരും. കാര്യം നിത്യത എന്നുള്ള കണ്ടന്റ് കിടക്കുന്ന നിൻ്റെ ദൈവികമായ പദ്ധതി ഉള്ളിടത്തോളം കാലം പല കാര്യങ്ങൾക്കും അനുഗ്രഹത്തിന് പകരം അഭിഷേകമേ കിട്ടത്തുള്ളൂ. ദൈവത്തിൽ നിന്ന് 2 ആനുകൂല്യങ്ങളാണ് മനുഷ്യന് കിട്ടുന്നത്. ഒന്നെന്താണ്? അനുഗ്രഹം. കേൾക്കുന്ന പ്രാർത്ഥനയ്ക്കാണ് അനുഗ്രഹം കിട്ടുന്നത്. കേൾക്കാത്ത പ്രാർത്ഥനയ്ക്ക് അഭിഷേകമാണ് കിട്ടുന്നത്. കേൾക്കാത്ത പ്രാർത്ഥനയ്ക്ക് നിരാശയാണ് ആൾക്കാർക്ക് സാധാരണ ലോകത്തന്മാർക്ക് കിട്ടുന്നത്. കാശ്മീർ, അതായത് കേൾക്കുന്ന ദൈവത്തിൽ നിന്ന് 2 ആനുകൂല്യമാണ് ഒരു പ്രാർത്ഥന ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നത്. ഒന്നെന്താണ്? ഒന്ന് കേൾക്കുന്ന പ്രാർത്ഥന. അതെന്താ നമുക്ക് ലഭിക്കുന്നത്? അതാണ് അനുഗ്രഹം. ഇനിയുണ്ട് കേൾക്കാത്ത പ്രാർത്ഥനയുണ്ട്. ഈ നിത്യതയുടെ വിഷയമുള്ളത് കാരണം കേൾക്കാത്ത ചില പ്രാർത്ഥനകൾ കേൾക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണ് വരണത്? അത് കേൾക്കുന്നില്ലെങ്കിലും പക്ഷേ നമുക്ക് നിരാശ ഉണ്ടാകത്തില്ല. നിരാശ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം കർത്താവില്ലെന്നാണ് എൻ്റെ അർത്ഥം. വീണ്ടും ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയാണ്. ഒന്ന്, ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 2 ആനുകൂല്യമാണ്. ഒന്നെന്താണ്? ബ്ലെസ്സിങ്, ഫിസിക്കൽ ഫേവേഴ്സ്, അനുഗ്രഹം. പിന്നെ എന്താണ്? അത് കേൾക്കുന്ന പ്രാർത്ഥനയ്ക്കാണ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. ഇനി കേൾക്കാത്ത പ്രാർത്ഥനയുണ്ട്. അതെന്താണ്? ഈ നമ്മൾ നേരത്തെ വായിച്ച ഐസയായില്ലേ, ജെറമ്യാ 29:11 ശാശ്വതമായ ഭാവി എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള നിത്യതയുടെ കണ്ടന്റ് അപകടത്തിലാകണമെങ്കിൽ ദൈവം ആ അനുഗ്രഹം നിനക്ക് തരത്തില്ല. ഈ അനുഗ്രഹം തരാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ദൈവം പിന്നെ എന്താണ് അവിടെ ചെയ്യണത്? നിൻ്റെ നിരാശ മാറ്റിയിട്ട് അവിടെ നിനക്ക് അഭിഷേകം തരും. പക്ഷെ നിനക്ക് അഭിഷേകം കിട്ടുന്നില്ല, നിനക്ക് നിരാശ തന്നെയാണ് തോന്നണമെന്നുണ്ടെങ്കിൽ നീ ടോട്ടലായിട്ട് നീ ഫെയിലിയറായി. എന്താ കാര്യം? നിരാശ ഒരു കാരണവശാലും നിരാശ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ലെന്ന് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് നിരാശ ഉണ്ടാകത്തില്ല. ഇത് നിയമാവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. നിയമാവർത്തനം 31. ശ്രദ്ധിക്കട്ടെ. നിയമാവർത്തനം 31:6. ശക്തരും ധീരരുമായിരിക്കുവിൻ. ശക്തനും ധീരനുമായിരിക്കുവിൻ. ഭയപ്പെടേണ്ട. അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഈ കൊടുത്ത പോയിന്റ് പിടികിട്ടിയ നിരാശ ഇവിടെ ഒരു വിഷയമാണ്. നിയമാവർത്തനം 31:6 ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഒരു ഭാഗമാണ് അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ലെന്ന്. ദാറ്റ് മീൻസ് if you feel this despair, the God is not with you. That is saying. അതിൻ്റെ അർത്ഥം നിനക്ക് ഈ പരീക്ഷയ്ക്ക് തോറ്റു, നിനക്ക് നിരാശയായി, നീ വിചാരിച്ച വസ്തു വിറ്റില്ല, നിരാശയായി, നീ ഉറപ്പിച്ചു വെച്ച കല്യാണം പോയി, നിരാശയായി. ദാറ്റ് മീൻസ് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? നിനക്ക് നിരാശ ഉണ്ടാവത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
yet you are feeling this despair, that means you are away from God's presence. എന്താണ് ഞാൻ നിങ്ങളുടെ ആ വചനം കണ്ടില്ലേ? ആ വചനം എന്താണ്? ഞാൻ ശക്തനും ധീരനും നിയമാവർത്തനം 31:6 എന്ന് വായിച്ച്, ശക്തരും ധീരനുമായിരിക്കുക, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. This is a promise. ഈ വാഗ്ദാനങ്ങളിലാണ് നമ്മുടെ ഉറപ്പ്. എന്താണ്? നമ്മളിപ്പോൾ പരീക്ഷയ്ക്ക് നോക്കാം, അല്ലെങ്കിൽ വിചാരിച്ച വസ്തു വിറ്റ് പോയില്ല, കടക്കാർ നമ്മൾ ആ ഡേറ്റ് പറഞ്ഞ് നിർത്തിയിരിക്കുകയായിരുന്നു, പക്ഷേ വിറ്റ് പോകാത്ത കാരണം കടക്കാർ പിന്നെ ഇളകാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച ജോലി ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ആ ജോലി കയ്യിൽ നിന്ന് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ജോലിയാണ് ദൈവമെന്നും പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിരാശ ഉണ്ടാകും. പക്ഷെ ജോലിയല്ല, എൻ്റെ ദൈവമാണ് വലുതെങ്കിൽ സ്വാഭാവികമായിട്ട് നിരാശ ഉണ്ടാകത്തില്ല. എന്താ കാര്യം? ദൈവത്തിൻ്റെ സാന്നിധ്യം നീ ഫീൽ ചെയ്യുമ്പോൾ നിനക്കറിയാൻ പറ്റും, ഇതല്ലെങ്കിൽ വേറെ മാർഗം എൻ്റെ ദൈവം എനിക്ക് കാണിച്ചു തരും. അങ്ങനെ ദൈവത്തിൻ്റെ പ്രസൻസിനെ കുറിച്ച് ഫീൽ ചെയ്യാത്ത ആൾക്കാർക്കാണ് നിരാശ ഉണ്ടാകുന്നത്. നീ 70 കൊല്ലം ക്രിസ്ത്യാനിയായിട്ട് ഇപ്പോഴും നിരാശ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നീ വേറെ വല്ല പഠിക്കുമ്പോഴൊന്ന് ഞാൻ പറയത്തുള്ളൂ, യു യൂസ്ലെസ് ചാപ്പ്. എന്താ കാര്യം? ഇതൊരു ആന്തരിക അഭിഷേകത്തിൻ്റെ വിഷയമാണ്. ഈ പ്രസൻസ് ആൻഡ് അനോയിൻറ്റിങ് സെയിം സബ്ജക്റ്റാണ്. ഇപ്പം ദൈവം നമ്മുടെ കൂടെ വരും എന്നുള്ളത് എന്താണ്? ഞാനൊരു കാരണവശാലും നിങ്ങളെ തള്ളിക്കളയത്തില്ല. അറ്റ് എനി കോസ്റ്റ് ഐ വിൽ നോട്ട് അബാൻഡൻ യു. ഇത് ആദ്യം പോലെ പറഞ്ഞിട്ടുള്ളതല്ലേ? ഉൽപ്പത്തി പുസ്തകം 9-11 വാക്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതൊരു വാഗ്ദാനമാണ്. പറഞ്ഞെന്താണ്? വായിച്ചോളൂ. നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരികയില്ല. കണ്ടില്ലേ? അപ്പോഴേ നമ്മളിനി എന്തെല്ലാം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ദൈവത്തിൽ നിന്നൊക്കെ അകന്നു പോയാലും, പാപകരമായ ജീവിതത്തിൽ അകപ്പെട്ടു പോയാലും ദൈവം നശിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞൊരു വാഗ്ദാനമാണത്. ദൈവം നമ്മളെ ഫിസിക്കലായിട്ട് നശിപ്പിക്കത്തില്ല എന്നൊരു വാഗ്ദാനമുണ്ടത്. ഈ വാഗ്ദാനത്തിന് ചുവട് പിടിച്ചാണ് നിയമാവർത്തനമൊക്കെ എഴുതിയിരിക്കുന്നത്. ഇപ്പം നിയമാവർത്തനം നമ്മളെന്താ വായിച്ചു? 31:6 ശക്തരും ധീരനുമായിരിക്കുവേൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. അതായത് ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. വാഗ്ദാനത്തിൻ്റെ ഭാഗമാണത്. ഈ ഉടമ്പടിയിൽ ഒത്തിരിയേറെ മനുഷ്യരെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരെ ആണ് നിരാശയില്ലാതെ. ഇതാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിൽ നമുക്ക് 2 ആനുകൂല്യം ലഭിക്കുന്നു. ഒന്ന് ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങൾ, അനുഗ്രഹങ്ങളെന്ന് പറയുന്നു. രണ്ടാമത്തത് എന്താണ്? ദ പ്രസൻസ് ഓഫ് ഗാഡ്. അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ദൈവത്തിൻ്റെ പ്രസൻസ്. ഈ ദൈവത്തിൻ്റെ പ്രസൻസ് എന്തുകൊണ്ടാണ് നാം നിയമാവർത്തനം 31:6 നിങ്ങൾ നിരാശപ്പെടുകയില്ലെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ നിരാശയുടെ സ്പേസിൽ പ്രസൻസ് ഓഫ് ഗോഡ് ആ വ്യക്തി ഫീൽ ചെയ്യുന്ന കൊണ്ടാണ്. ദൈവത്തെ അയാൾ ഫീൽ ചെയ്യുകയാണ്. അതാണ് നിരാശ തോന്നാത്തത്. നമുക്ക് ദൈവത്തെ ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വെളിച്ചമില്ലെങ്കിൽ ഇരുട്ടോ അല്ലേ? വെളിച്ചമില്ലെങ്കിൽ ഇരുട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ
എപ്പോഴും ഉടമ്പടി എടുക്കുന്നവരെ ദൈവത്തിനെയാണ് അൾട്ടിമേറ്റ് ആവശ്യമായിട്ട് കരുതേണ്ടത്. മനസ്സിലായില്ലേ? ഭൗതിക ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആവശ്യം എന്താണ്? അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5:44 അവൻ്റെ തിരുഹിതമനുസരിച്ചാണ് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്കത് ലഭിക്കുമെന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത്. അവൻ്റെ അൾട്ടിമേറ്റ് അവൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? അവൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കണം എന്നുള്ളതാണ്. ദ പ്രസൻസ് ഓഫ് ഗോഡ്. ശക്തനും ധീരനുമായിരിക്കാൻ വേണ്ടി പറയുമ്പോഴും പേരിച്ചത് എന്താണ്? ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്നുള്ളതാണ്. ഒരു വ്യക്തി ഉടമ്പടി എടുക്കുമ്പോൾ അവന് അനുഗ്രഹം ലഭിക്കാം, ഫിസിക്കൽ ഫേവേഴ്സ്. രണ്ടാമത്തെ എന്താണ്? അത് കേൾക്കുന്ന പ്രാർത്ഥനയാണ്. കേൾക്കാത്ത പ്രാർത്ഥനയിൽ അവൻ ചോദിച്ച കാര്യം കിട്ടത്തില്ല, പക്ഷേ വേറെ എന്ത് കിട്ടും? ദൈവത്തെ കിട്ടും. ദൈവത്തെ കിട്ടുന്നില്ലെങ്കിൽ അവന് സ്വാഭാവിക നിരാശ ഉണ്ടാകും. നിരാശ ഉണ്ടാകുമെങ്കിൽ അർത്ഥം അവൻ ദൈവത്തെ കിട്ടിയിട്ടില്ലെന്ന അർത്ഥം. ദിസ് ഈസ് കവനന്റ്. പിടിയോ?